ഞാനൊരു ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ കുറേ നിലയിൽ അത് ചിന്തിച്ചു വന്നിട്ടുണ്ടെങ്കിലും സമയ ചുരുക്കം മൂലം ഞാൻ അത്രയധികം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ബൈബിളിൽ തിരുവചനത്തിൽ എന്നെ നോക്കി ബുദ്ധി പഠിക്കണം എന്ന് കർത്താവ് ഒരു ജീവിയെ കുറിച്ച് പറയാനായിട്ട് എന്നെ നോക്കി നിങ്ങൾ ബുദ്ധി പഠിക്കും. ആരെ നോക്കി ബുദ്ധി പഠിക്കണം? ഉറക്കെ പറഞ്ഞോളൂ. ഉറുമ്പ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെയും താമസിക്കാനായിട്ട് സാധിക്കുമോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. ഈ നിലയിൽ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെ വളർന്ന് ചില വർഷങ്ങൾ കഴിയുമ്പോൾ നാം ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുകയാണ്. എന്നാൽ വലിയവനായ ദൈവം ഈ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണം. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണം. ഉറുമ്പിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുവാനായിട്ട് പഠിക്കാനായി ശ്രമിച്ചപ്പോൾ 13,000 സംതിങ് ഉറുമ്പുകളുടെ കൂട്ടമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞു ഉറുമ്പിനെ കുറിച്ചാണ്. ഇവിടേക്ക് തപ്പിയാൽ കാണുവാനായിട്ട് പക്ഷേ കഴിഞ്ഞിരിക്കാം. അങ്ങനെ ഒരു കുഞ്ഞൻ ഉറുമ്പിനെ കുറിച്ചാണ് പറയുവാനായിട്ട് ബൈബിളിൽ പറയുന്ന ഉറുമ്പ് അത് തന്നെയാണ്. എനിക്കറിയാം വലിയ പോയിസണൊക്കെയുള്ള ഉറുമ്പുകളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ചെറിയ ഉറുമ്പിനെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്ക്രീനിൽ കാണുന്നത് പോലെ വാട്ട് ഈസ് അവർ എയിം? നമ്മുടെ ലക്ഷ്യം എന്താണ്? അത് ഉറുമ്പിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? വലിയവനായ ദൈവം ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ചില ഗുണങ്ങൾ, ഉറുമ്പിനെ കുറിച്ചുള്ള ചില ഗുണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ബൈബിൾ എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? വാക്യങ്ങൾ ഓൾറെഡി വന്നു. 2 സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടെയാണ്? സദൃശ്യവാക്യങ്ങൾ Proverbs chapter 6 verse 6 to 8 and 1 more. ഒരു സ്ഥലത്തും കൂടെ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 30-ാം അധ്യായം 25-ാം വാക്യം. ഈ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കൂടെ വന്നാൽ എനിക്കത് വളരെ സന്തോഷമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പിൻ. അവൻ എന്ത് ചെയ്യുന്നു? വേനൽക്കാലത്ത് കൊയ്ത്തുകാലത്ത് അവയുടെ തീൻ ശേഖരിക്കുന്നു, ഭക്ഷണം ശേഖരിക്കുന്നു. അപ്പോൾ അവർക്കറിയാം ഒരു മഴക്കാലം വരുന്നുണ്ട്, അതുകൊണ്ട് അവ ഈ തീനൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നു. ഉറുമ്പുകളെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങിയാൽ അനേക വസ്തുതകൾ പഠിക്കുവാനായിട്ട് കഴിയും. ഉറുമ്പുകളുടെ കൂട് എന്നാണ് നാം പറയുന്നത്. എന്നാൽ ഉറുമ്പുകളുടെ കൂടല്ല, മറിച്ച് കോളനി, ഉറുമ്പിന്റെ കോളനി എന്നാണ് പറയപ്പെടുന്നത്. മെക്സിക്കോയിൽ 3700 മൈൽ താഴ്ചയിൽ ഉറുമ്പുകൾ കൂടുകൂട്ടിയതായിട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ കൂട്ടിലേക്ക് അല്ലെങ്കിൽ ഭവനത്തിലേക്ക് പോയാൽ അവിടെ കാണുവാനായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു ഉറുമ്പ് രാത്രിയായിട്ടുണ്ടാകും, കുറെ ഉറുമ്പുകൾ സോൾജിയേഴ്സ് ആയിട്ടൊരു സ്ഥലത്തുണ്ടാകും. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുകയില്ല, അവർ ഒരു സ്ഥലത്തായിരിക്കും. അധ്വാനിക്കുന്ന ഉറുമ്പുകൾ, പ്രവർത്തിക്കുന്ന ഉറുമ്പുകൾ മറ്റു വശത്തായിരിക്കും, വേറൊരു വശത്താണ് അവർ ഭക്ഷണം ശേഖരിക്കുന്നത്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉറുമ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഉറുമ്പിനെ കുറിച്ച് നാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് they are organized hard workers. അവർ വളരെ സംഘടിതരാണ്. അവർ സംഘടിതർ മാത്രമല്ല, അവർ വളരെ അധ്വാനശീലരാണ്. അവർ വെറുതെ ഇരിക്കുന്ന ആളുകളല്ല, വെറുതെ ഇരിക്കുന്ന ജീവികളല്ല. അവർ അധ്വാനശീലരാണ്, അവർ സംഘടിതരാണ്. നാം നോക്കുക, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അവർ പോകുമ്പോൾ പിന്നാലെ മറ്റുള്ളവർ പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവർ ഒരുമിച്ച് സംഘടിതമായി യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഉറുമ്പുകൾ എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത് നാം ഒക്കെയും ആരാണ്? ഐക്യമത്യമുള്ളവരാണ്, സംഘടിതരാണ്. നാം ഒന്നാണ്, ക്രിസ്തുവിൽ നാം ഒന്നായിരിക്കുന്നു. നമുക്കറിയാം, നാം ഒന്നിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. നാം തനിയെ പ്രവർത്തിക്കുന്നവരല്ല, മറിച്ച് നാം ക്രിസ്തുവിലാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നാം ക്രിസ്തുവിൽ ഒന്നാണ്. യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, യജമാനെന്നില്ല, എല്ലാവരും
ഒന്നത്രേ, ഒരൊറ്റ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒന്നാണ്. നമുക്കറിയാം, മർക്കോസ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഒരു പക്ഷപാതക്കാരനെ ഒരാളാണ് കൊണ്ടുവന്നത്. നാം ആ പിക്ചറിൽ, ആ പടത്തിൽ നാം നോക്കുക, 4 ആൾ മേൽക്കൂര പിടിച്ചുകൊണ്ട്, അത് ഒരാളാണെങ്കിൽ സംഭവിക്കും. ആ പക്ഷപാതക്കാരന്റെ പണി അപ്പൊ തന്നെ തീർന്നു പോയത്. 4 പേർ ഒരുമിച്ച് അത് പിടിച്ചുകൊണ്ട് ആ കർത്താവിലേക്ക് ഇറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുമനപ്പെട്ട് പ്രവർത്തിക്കുന്നു, ഐക്യമത്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നു, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഒരുമനപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നാം ക്രിസ്തുവിൽ ഒന്നാണ്. ഇന്ന് രാത്രി ഒന്നിനെ നോക്കി ബുദ്ധി പഠിക്കുക എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ടവരാണ്. നാം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഒന്നിച്ച് നാം ശുശ്രൂഷിക്കേണ്ടവരാണ്. നമുക്കറിയാം, നാം ഒരു അപ്പന്റെ മക്കളാണ്, ഒരിടത്തേക്ക് പോകേണ്ടവരാണ്. നാം ക്രിസ്തുവിൽ ഒന്നാണ്. ഈ വലിയ ചിന്ത നമുക്ക് ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കാനാണ്. രണ്ടാമതായിട്ട് നാം കാണുന്നത് അവർ പങ്കിടുന്നവരാണ്. അവർക്കൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിലാണെങ്കിലും അവർ മറ്റുള്ളവരെയും കൂട്ടി അവർ ഒരുമിച്ച് അവർ കഴിക്കുവാനായിട്ടും, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവർ ഷെയർ ചെയ്യുന്നവരാണ്, പങ്കിടുന്നവരാണ്. അവരെ നമ്മുടെ ഭവനങ്ങളെ ആ പടത്തിൽ നാം കാണുന്നുണ്ട്. ഭവനങ്ങളിലൊക്കെ വഴക്കുണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതെന്റെയാണ്, ഈ പേൻ എന്റെയാണ്, ഈ ഡോർ എന്റെയാണ്. രണ്ടുപേരും വഴക്കാണ്. നോക്കുക, പല ഭവനങ്ങളിലൊക്കെ നടക്കുന്നതായ കാര്യം. ഇതെന്റെ ഉടുപ്പാണ്, ഇതെന്റെ പേനയാണ്, ഇതെന്റെ മനസ്സിലാണ്, ഇതെന്റെയാണ്, ഇതെന്റെ റൂമാണ്, ഇതെന്റെ ബെഡാണ്, നീ അവിടെ ഇരിക്കരുത്. ഇങ്ങനെ വഴക്ക് കൊടുത്തതായിട്ടുള്ള അനുഭവങ്ങൾ ഭവനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. വലിയ എന്റെയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യരെന്തായിത്തീരും? സ്വസ്നേഹികളായിത്തീരും. ഞാൻ എന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെയല്ല. എനിക്ക് എന്റെ കാര്യം, ഞാൻ ഒന്നാമത്, ഞാനെല്ലാം ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ളത് ആരെന്നറിയാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ വന്ന് നിങ്ങളെ എവിടെ ഇരിക്കും? പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഞാനിങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, നിങ്ങളൊക്കെയും അവിടെ ഇരിക്കുന്നു. ഞാൻ വലിയ ആളാണ്, ഞാൻ യേശുക്രിസ്തുവാണ്. ഒരിക്കലുമല്ല. യേശുക്രിസ്തു പറയുന്നതാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുക്രിസ്തു ഇരിക്കുന്നതുമായ അതേ സ്ഥാനത്ത് നമ്മെ ഇരിക്കുവാനായിട്ട് ദൈവം ഇതിനേക്കാൾ പങ്കിടുന്നവരായിട്ട് ആരാണുള്ളത്? നമുക്ക് ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വലിയ ആളാണ്, ഇവിടെ നിന്നാണ്, അങ്ങോട്ട് പോകണ്ട. ആ ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്. യേശുക്രിസ്തുവിനേക്കാൾ ഉന്നതനായിട്ടുള്ള വ്യക്തിയുണ്ടോ? ഒരിക്കലുമില്ല. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഇതിനേക്കാൾ പങ്കിടുന്നതായ, ഷെയർ ചെയ്യുന്നതായ ഒരു വ്യക്തിയുണ്ടോ ഉലകത്തിൽ? ഒരിക്കലുമില്ല. കർത്താവിന്റെ മക്കൾക്കുള്ള ആ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിരിക്കുന്നിടമായ ആ സ്ഥാനത്ത് അവർ നമ്മെയും ഇരുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ കർത്താവിൽ നാം ഇത്രയേറെ സന്തോഷിക്കുവാനായിട്ട് ഇടയാകുന്നത്. അവൻ നമ്മുടെ കർത്താവ് നമ്മുടെ വലിയ ബോസായിട്ടിരിക്കുകയാണ്. ഞാൻ പോയി വരുമ്പോൾ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. പുറമെ നോക്കി നാം ബുദ്ധി പഠിക്കേണ്ടത്, അവരെല്ലാവരും ഷെയർ ചെയ്യുന്നവരാണ്. ഒരാൾ മാറിയിരുന്നാൽ, ഒരാൾ അത് ചെയ്യാതിരുന്നാൽ അവരെയും വിളിച്ച് കൂട്ടിയിരുത്തി ഒരുമിച്ച് ഭക്ഷിക്കുവാൻ, ഒരുമിച്ച് സ്നേഹിക്കുവാൻ, ഒരുമിച്ച് കരുതുവാൻ ഉള്ള ആളുകളാണ്, ഉള്ള ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുവാനായിട്ട് ഇടയാണ്. മൂന്നാമതായി നാം വായിക്കുന്നത് ഡിസിപ്ലിൻ. അവർ വളരെ അച്ചടക്കമുള്ളവർ. ഉറുമ്പുകൾ വളരെ അച്ചടക്കമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ യാത്ര കണ്ടാൽ തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഉറുമ്പുകൾ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യും? എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? നോക്കുക, ഡിസിപ്ലിൻ. അവർ വലിയായിട്ട് യാത്ര പോവുകയാണ്. അവർ കുറെ പേർ മാറി അങ്ങോട്ട് പോവുകയല്ല. മുൻപിൽ പോകുന്ന ആളുകൾ എങ്ങനെയാണ്? അതേ നിലയിൽ മുൻപോട്ട് പോകുന്ന ആളുകളാണ്.
കർത്താവ് നമ്മോട് പറഞ്ഞു, നാം വളരെ അച്ചടക്കമുള്ളവരാകണം. നാം കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരായിരിക്കണം. നാം അത് ആചരിക്കുന്നവരായിരിക്കണം. നാം വളരെ ഡിസിപ്ലിനായിട്ട് പോകേണ്ട ആവശ്യമാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഒരാൾ വഴിയെ പോകുന്നു, മറ്റൊരാൾ വേറെ വഴിയെ പോകുന്നു. അങ്ങനെയല്ല. ഒരു ബന്ധത്തിൽ നാം ബുദ്ധി പഠിക്കണം എന്ന് പറയുമ്പോൾ അവർ കാണാനായിട്ട് കഴിയുന്നത് അവർ വളരെ ഡിസിപ്ലിനായിട്ട് പോകും. അനേക മുന്നറിയിപ്പുകൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ വചനത്തിൽ അനേക പ്രമാണങ്ങൾ കർത്താവ് നമുക്ക് നൽകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇതനുസരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇതനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം വളരെ ഡിസിപ്ലിനായി നമുക്ക് അവർ നൽകിയിരിക്കുക. അതുകൊണ്ട് നിന്റെ പ്രമാണങ്ങൾ ഞാൻ അനുസരിക്കണം. നാം 119 സങ്കീർത്തനം 4 വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ പ്രമാണങ്ങൾ ഞാൻ കൃത്യമായി ആചരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കൃത്യമായിട്ട് നിന്റെ പ്രമാണങ്ങൾ ആചരിക്കുവാനായിട്ട് അത് നീ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളാകട്ടെ അവരുടെ സ്കൂളുകളിൽ, അവരുടെ ഭവനങ്ങളിൽ, അവർ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ എങ്ങനെയുള്ളതായിരിക്കണം? വളരെ ഡിസിപ്ലിനായിരിക്കും. ദൈവമക്കളായിട്ടുള്ള നാം എങ്ങനെയായിരിക്കണം? വളരെ അച്ചടക്കമുള്ളവരായിരിക്കണം. നമ്മെക്കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നു? ദൈവത്തിന്റെ വചനം കൃത്യമായി പാലിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നാം വളരെ ഡിസിപ്ലിനോടുകൂടെ മുമ്പോട്ട് പോകണം. നാം രാവിലെ വരുന്ന കാര്യത്തിൽ നാം രാവിലെ ഞാൻ നോക്കിയാണ് ഞങ്ങളുടെ ബോസവനും ഞങ്ങളെ സ്കൂൾ ടീച്ചേഴ്സ് ആരെങ്കിലും അറിഞ്ഞുകൂടാ, ഇവിടെ ഒരു സഹോദര ഭവനത്തിലേക്ക് ഞങ്ങൾ വിസിറ്റിന് പോകും. അദ്ദേഹത്തോട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, എപ്പോഴാണ് വരേണ്ടത്? അദ്ദേഹം പറഞ്ഞു 7 മണി. ഞങ്ങൾ കൃത്യം 7 മണിക്ക്, ആൾ പറഞ്ഞു 7 മണിക്ക് വരണം എന്നോ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നമ്മൾ 7 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 8 എന്ന് പറഞ്ഞാൽ 8. നമ്മുടെ ഓരോ കാര്യം തീരുമാനിക്കും പറയാറുണ്ട്. നമ്മുടെ പ്രോഗ്രാം എപ്പോൾ വയ്ക്കണം? 8:30 നമുക്ക് തുടങ്ങാം, 8 പറയാം. അങ്ങനെയാണ് പലപ്പോഴും ഒക്കെയുള്ള സൂത്രങ്ങൾ. അങ്ങനെയാണ് എല്ലാ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആളുകൾ വരികയും അങ്ങനെയല്ല വേണ്ടത്. അദ്ദേഹം പറഞ്ഞു 7 മണിക്ക് വേണം. ഞങ്ങൾ 7 മണിക്ക് അവിടെ ചെന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഭിത്തിയിൽ നോക്കിയപ്പോൾ ആ ഭിത്തിയിൽ ഒരു വലിയ ലിസ്റ്റ് കാണുവാനായിട്ടിടയായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം മാറിക്കൂടിയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുക, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് 5:30 എഴുന്നേൽക്കണം, 6:30 5:30 മുതൽ 6 വരെ ദിനചര്യങ്ങൾ, 6 മുതൽ 7 മണി വരെ ബൈബിൾ റീഡിംഗ്, 7 മണി മുതൽ 7:15 വരെ ധ്യാന സമയം, 7:15 മുതൽ 8 മണി 8:15 വരെ അങ്ങനെ സമയം കൃത്യമായി ചെയ്യാം. അവരുടെ 3 മക്കളും അത് കൃത്യമായിട്ട് പാലിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ശരി, അദ്ദേഹം കൃത്യമായിട്ട് മക്കൾ പാലിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയമുള്ള നമ്മുടെ സഭയുടെ ഭാഗത്തിലാണ് ഞാൻ കാണുവാനായിട്ട് ഇടയായിരിക്കുന്നത്. നാം എപ്പോഴൊക്കെ എഴുതിക്കും, എപ്പോഴൊക്കെ കൃത്യവും ചെയ്യുന്നു. നാം പ്രാർത്ഥിക്കുന്ന സമയം കൃത്യമാണോ? നാം പ്രാർത്ഥിക്കാറുണ്ടോ? നാം ബൈബിൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നാം വായിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വളരെ ഡിസിപ്ലിൻ ആവശ്യമാണ്. കർത്താവിനെ കുറിച്ച് പറയുന്നു, നിന്റെ പ്രമാണങ്ങൾ കൃത്യമായിട്ട് ആചരിക്കേണ്ടതിന് നീ അവയെ എനിക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പാലിക്കുവാൻ ഇടയാക്കിയിട്ട് മുമ്പുകൾ അവയെ നോക്കി ബുദ്ധി പഠിക്കണമെന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മുമ്പുകളെ കുറിച്ചൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അവയുടെ വലിയ ആ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. 4ാമതായി, they are always busy. അവരെപ്പോഴും തിരക്കുള്ളവരാണ്, മടിയന്മാരാണ്. ഈ വാക്യത്തിന് താഴെ ഏതാണ് വാക്യം എന്നറിയാമോ? സദൃശവാക്യം 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞതായ വാക്യത്തിന് താഴെയുള്ള വാക്യം എന്താണ് എന്ന് പറഞ്ഞത്? എന്താണ്? ഇതിലും ഇതിൽ വന്നിട്ടുണ്ട്. 9ാം വാക്യം, മടിയ. ദൈവവചനം പറയുകയാണ്, മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? നീ എത്ര നേരം കിടന്നുറങ്ങും എന്ന് പറഞ്ഞാൽ സമയമില്ല. 6 മണിക്ക് എഴുന്നേൽക്കേണ്ടതിന് പകരം 10 മണിയായിട്ടും എഴുന്നേൽക്കുന്നില്ല. നീ എത്ര നേരം കിടന്നുറങ്ങും? നിന്റെ ജീവിതം എത്രയോ സങ്കടകരമാണെന്നാണ് ആ വാക്യത്തിൽ ഞാൻ വിശദീകരിക്കുന്നത്. മടി, ഉറുമ്പുകൾ അങ്ങനെയല്ല. ഉറുമ്പുകൾ they are always busy. അവർ എപ്പോഴും തിരക്കുള്ളവരാണ്. നോക്കുക, നാം ആ പിക്ചറിൽ അനേക പടങ്ങളും കാണുവാനായിട്ട് സാധിക്കും. അവർ നാം നേരിട്ട് കാണുന്നതാണ്. അവർ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവർ ഉറങ്ങുന്നുണ്ട് എന്നതിനെ കുറിച്ച് പഠിക്കുന്നത് ഞാൻ കാണാനിടയായി. അവർ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ യാത്രയിൽ 3 സെക്കൻഡ്
അങ്ങനെ അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. എനിക്കറിഞ്ഞുകൂടാ. പിന്നെയും ഞാൻ പറഞ്ഞു, പിന്നെയും അവർ വെറുതെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുകയല്ല. അടുത്ത അവരുടെ ബുദ്ധിമന്ത്രിയെ അവർ പോകുന്നു. ചിലപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ക്ഷീണിതരാകുന്നു. 5 സെക്കൻഡ് വീണ്ടും അവർ അധ്വാനിക്കും. അങ്ങനെ ഭയങ്കര തിരക്കുള്ളവരാണ്, അധ്വാനശീലം. ആത്മീയമായിട്ട് ചിന്തിച്ചാൽ നാം ഒക്കെ എങ്ങനെയുള്ളവരായിരിക്കണം? നാം പ്രവർത്തനനിരതരായിരിക്കണം. നാം മടിയന്മാരായി തീരരുത്. നാം പ്രവർത്തനനിരതരായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം എപ്പോഴും ബിസി ആയിരിക്കണം. ചിലരോട് ചോദിച്ചാൽ നാം പറയാറുണ്ട് എപ്പോഴും തിരക്കാണ്. ആ തിരക്കല്ല ഉദ്ദേശിച്ചത്. കർത്താവിന് വേണ്ടി തിരക്കുള്ളവരായിരിക്കണം. കർത്താവ് തിരക്കുള്ളവരെ, ബിസി ആയിട്ടിരിക്കുന്നവരെ, അധ്വാനിക്കുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ ഇറങ്ങിയിരിക്കുമ്പോൾ വഴി ചില ആളുകളെ കണ്ടിട്ട് വീട്ടിലാരെങ്കിലും വെറുതെ ഇരിക്കുന്നവർ എൻ്റെ കൂടെ പോരട്ടെ, അങ്ങനെ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് കടൽക്കരയിൽ പോയി. നാം കാണുന്നത് കടൽക്കരയിൽ പോയപ്പോൾ അനേകം വളർന്നാക്കുന്നു, അനേകം മീൻ പിടിക്കുന്നു. അവർ അധ്വാനിച്ചവരാണ്, അവർക്ക് പഠിപ്പില്ല, കഴിവില്ല. എന്നാൽ അവർക്ക് കർത്താവ് അവരെ കണ്ടു. അവർ അധ്വാനശീലരാണ്, അവർ വെറുതെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല, അവർ പ്രവർത്തനനിരതരാണ്. അവർക്ക് കർത്താവ് തന്റെ ശിഷ്യന്മാരാക്കുവാനായിടയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ലോകം കീഴ്മേൽ മറയ്ക്കുവാൻ ഈ മുക്കുവന്മാരെ കൊണ്ട് ദൈവത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ലോകം കീഴ്മ മറയ്ക്കുവാൻ യാക്കോബാകട്ടെ, പത്രോസാകട്ടെ, അപ്പോസ്തലനായ പൗലോസാകട്ടെ തുടങ്ങിയവരെല്ലാവരും അവർ മഹാന്മാരായി തീർന്നത് അവരേതെങ്കിലും പഠിപ്പുള്ളവരായിട്ട് മഹാന്മാരായി തീർന്നതല്ല, അവർ അധ്വാനശീലരായിരുന്നു. അങ്ങനെയാണ് കർത്താവ് അവരെയൊക്കെയും വിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, നാം തിരക്കുള്ളവരായിത്തീരും. നാം അധ്വാനശീലരായിരിക്കണം. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കണം. എന്താണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി പോരാടുവാൻ, പ്രവർത്തിക്കുവാൻ നാം എപ്പോഴും സജ്ജമായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ചില കാര്യങ്ങൾ ഞാൻ വിട്ട് മുമ്പോട്ട് പോകുന്നു, സമയം വേഗത്തിൽ പോകുന്നുണ്ട്. ആറാമതായിട്ട് അവരെ കുറിച്ച് നാം വായിക്കുന്നത്, നമ്മളിപ്പോൾ കണ്ടത് they are always busy. അഞ്ചാമതായിട്ട് നാം കാണുന്നത് they never quit, no turning back എന്ന് പറഞ്ഞാൽ ഈ ക്വിറ്റ് പദം ഈ അടുത്ത നാളുകളിൽ ചില പ്രോഗ്രാമിലാണ് കൂടുതലായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവർ ക്വിറ്റ് ചെയ്യുന്നവരല്ല. നമുക്കറിയാം, നാം പടത്തെ നോക്കുക. അവർ അവരെക്കാൾ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്നത് അവർ അവരെക്കാൾ 20 മുതൽ 40 മടങ്ങ് വെയിറ്റ് അവർ എടുക്കുന്നതാണ് പറയുന്നത്. അവരുടെ വെയിറ്റിനേക്കാൾ 20 മുതൽ 40 മടങ്ങ് വരെയുള്ള വെയിറ്റ് അവർ എടുത്തു പോകുന്നു. എന്തും സംഭവിക്കാം. ആ വെയിറ്റ് അല്ലെങ്കിൽ ആ അരിമണിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരമായിരിക്കാം, അവരുടെ മേലെ അത് വീണാൽ അവർ ചത്തുപോകും. പക്ഷെ അവർ പ്രാണനെ വിലയേറിയതായി കരുതുന്നില്ല. അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിൻവലിയുന്നില്ല. അവർ ശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. അവർ പ്രാണനെ മറന്നുകൊണ്ട് അവരുടെ മരണത്തെ മുന്നിൽ കണ്ടാലും അവർ പിന്മാറുകയും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ, എന്റെ പ്രാണൻ പോയാലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട് ഇങ്ങനൊരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് കഴിയും. പൗലോസ് മാത്രമല്ല, ശദ്രക് മേശക് അബേദ്നെഗോ അവർ പറയുകയാണ്, ഞങ്ങൾ സ്നേഹിക്കുന്ന സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ വിധിപ്പാൻ കഴിയുന്നില്ല എങ്കിലും ഞങ്ങൾ രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല. തീയിട്ടാലും ഞങ്ങൾ രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന തീരുമാനം അതിലവർ പിന്തിരികയില്ല. ഞാൻ സംസ്കൃതം പഠിച്ചൊരു പാട്ടാണ്, I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. ഞാൻ കർത്താവിനെ സ്നേഹിച്ചാൽ, ഞാൻ കർത്താവിനെ പിൻപറ്റിയാൽ, ഞാൻ അവരോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കുകയില്ല, ഞാൻ പിന്മാറുകയില്ല. അതിന്റെ ദൃഢനിശ്ചയമാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വരട്ടെ, മരണത്തിന്റെ അനുഭവങ്ങൾ വരട്ടെ, എന്ത് സംഭവിച്ചാലും നോ ടേണിംഗ് ബാക്ക്, ഞാൻ പിന്തിരിയില്ല. ഇതൊക്കെയായിരുന്നു പഴയ നിയമഭക്തന്മാരുടെ ആപ്തവാക്യം. പൗലോസ് അങ്ങനെയായിരുന്നു.
അങ്ങനെയായിരുന്നു, പത്രോസ് അങ്ങനെയായിരുന്നു. ഇവരൊക്കെയും രക്തസാക്ഷികളാകുന്നതുവരെ അവർ പിന്തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഷ്ടങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ പിതാക്കന്മാർ എന്തെല്ലാം കഷ്ടങ്ങളാണ് നേരിട്ടുള്ളത്, ഏതെല്ലാം അടികളിലും അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. അവരാരും പിന്തിരിയുവാനായിട്ടിടയായി. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം കടന്നു വരും, ഞാൻ അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണ് യോബ് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവുമായിട്ട് നാം നമ്മെ തന്നെ താരതമ്യപ്പെടുത്തി നോക്കുക. ഒരിക്കലും നാം പിന്തിരിഞ്ഞ് നോക്കാനായി പാടില്ല. അവസാനമായിട്ട് നാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് they are planned workers, have a aim എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. they are planned, ഒരു പ്ലാൻ, ഒരു ലക്ഷ്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? റൂമുകൾ ഞാൻ ആദ്യം ഓർപ്പിക്കാനായിട്ടിടയായിരുന്നു. അവർ തീ ശേഖരിക്കുകയാണ്. കാരണം എന്താണ്? അവർ ഭക്ഷണം ശേഖരിക്കുന്നു. അവരുടെ കോളനിയാണ് ആ കാണുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അവർ ഭക്ഷണം ഒരു സ്ഥലത്ത് മാത്രമേ വയ്ക്കാറ്. ഒരു സ്ഥലത്ത് രാജ്ഞി താമസിക്കുന്നു, സോൾജേഴ്സ് ആയിട്ടുള്ള കുടുംബങ്ങളുള്ള വേറൊരു സ്ഥലത്ത് താമസിക്കുന്നു. അവരുടെ കൂടുകൾ, അവരുടെ കോളനി ഇങ്ങനെയാണ്. അധ്വാനിക്കുന്ന കുടുംബങ്ങൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നു. അത് ഓർപ്പിച്ചതുപോലെ മെക്സിക്കോയിൽ 6400 അടി താഴ്ചയിലേക്ക് പോയി ഇവർ കോളനി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവർക്ക് ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ചില മാസങ്ങൾ കഴിഞ്ഞാൽ സംഭവിക്കും, വലിയൊരു പ്രളയം വരുവാനായിട്ട് പോവുകയാണ്, ഒരു വലിയ മഹാമാരി വരുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിന് മുൻപായിട്ട് അവരെല്ലാ പ്ലാനുകളും ഭംഗിയായിട്ട് നടത്തുകയാണ്. എല്ലാം റെഡിയാണ്, ഒരുക്കിക്കഴിഞ്ഞു. ഇനി മഴ വന്നാലും അവർക്ക് ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല. നിയമങ്ങളെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നാം സ്വർഗ്ഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു എയിമുണ്ട്. നാം സ്വർഗത്തിലേക്ക് പോകേണ്ടിവരാണ്. വലിയൊരു ലക്ഷ്യം നമുക്കുണ്ട്. വലിയൊരു തീ മഴ, ഒരു വലിയ മഴ പെയ്യുവാനായിട്ട് പോകുകയാണ്. ഒരു വലിയ, നാം ഓർക്കുന്നത് പോലെ തീഗോളങ്ങളാൽ ഭൂമി ചുട്ടരിക്കുവാനായിട്ട് പോകുന്നതായ ഒരു സമയം വരുവാനായിട്ട് പോകുകയാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ചൂളം പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരങ്ങളൊക്കെയും താവടിയാകും. വരുവാനുള്ള ദിവസം വേഗം ഉച്ചരിപ്പിക്കാൻ എല്ലാവരെയും ദഹിപ്പിച്ചു കളയുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. കർത്താവ് വരുവാനായിട്ട് പോകും. നമുക്കറിയാം, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നാം ആദ്യം ഓർക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. കർത്താവ് വരുവാനായിട്ട് പോകുകയാണ്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് ഉറുമ്പുകളെ നോക്കി നാം ബുദ്ധിമുട്ടിക്കണം. അവ മഴയ്ക്ക് മുൻപായി, കൊയ്ത്ത് കാലത്ത്, വേനൽക്കാലത്ത് അവരെല്ലാം ശേഖരിച്ചൊരുങ്ങിയിരിക്കുന്നു. നാം ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. കർത്താവ് വരുവാനായിട്ട് പോകുകയാണ്. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. നാം ഒരുങ്ങിയിരിക്കണം. അല്ല എങ്കിൽ നിത്യമായ നരകത്തിലേക്ക് നിബന്ധിക്കേണ്ടതായിട്ട് വരും. നരകം മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തത് ആണോ? ഒരിക്കലും നരകമുണ്ടാക്കിയത് പിശാചും നമ്മുടെ ദൂതന്മാർക്കുമാണ്. സ്വർഗം ദൈവമക്കൾക്കാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കുന്നില്ല എങ്കിൽ, നിത്യമായ നരകത്തിലേക്ക് പിശാചും അവനൊരുക്കിയിരിക്കുന്ന ആ ഗന്ധകത്തിലേക്ക്, തീയിലേക്കും നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പോൾ നാം ദൈവമക്കളായിട്ട് തീരും. സ്വർഗ്ഗം നമുക്ക് അവകാശമായിട്ട് ലഭിക്കും.